Hello friends, welcome back my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ബുന ചിക്കൻ എന്നാണ് ഇതിന്റെ പേര്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റെസിപ്പികളൊന്നും പോലെയല്ല, ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പികളൊന്നും പോലെയല്ല. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് ഡിഫറന്റ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ഒരുപാട് ചേർക്കണ്ട, ഈ ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ളത് മാത്രം നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 മുറി നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കനൊന്ന് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം. അപ്പോൾ ഇതിലോട്ടൊരു മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെച്ചിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ഏലക്കായ, 3-4 ഗ്രാമ്പു, അതുപോലെ ഒരു 3 ചെറിയ പീസ് പട്ട, 1.5 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലി ഉണ്ടല്ലോ അതാണ്, പിന്നെ ഒരു 3 വറ്റൽമുളക്, ഉണക്കമുളക്, ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഇത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ജീരകമൊക്കെ. അപ്പോൾ ഇത് വറുത്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റുക, അതല്ലെങ്കിൽ അതിലിരുന്നിട്ട് ആ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് അത് കരിഞ്ഞു പോകും. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മസാലയിലോട്ട് വീണ്ടും ചേർക്കണം കേട്ടോ. പിന്നെ ഒരു 3 ചെറിയ പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ചെറിയതായതുകൊണ്ട് തന്നെ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല റെഡ് കളറുള്ള നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിഷിന് നല്ലൊരു ചുവന്ന കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഈ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ സമയം വഴറ്റേണ്ടതായിട്ട് വരും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലായി പോകരുത്. പിന്നെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 2 ടീസ്പൂൺ ചേർത്തത് കേട്ടോ. എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു തക്കാളി നന്നായിട്ട് കുക്കായതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ആ ഒരു പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കുറേ സമയം നമ്മൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മാത്രം അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഈ ഒരു ചിക്കനിൽ കവർ ചെയ്തിരിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ആ ഒരു മസാല കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാല പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 2-2.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തൈര് ചേർക്കുമ്പോൾ ഇതിനൊരു ഗ്ലേസിങ്ങും കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു ഡിഷിന്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ ഈ ചിക്കനൊന്ന് കുക്കായി കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയും വേണം. അങ്ങനെ ഒരു പാകത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഗ്രേവി ആക്കി കളയരുത്. അപ്പോൾ അതാ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് വേണം കേട്ടോ, അപ്പോഴത്തേക്ക് ഇത് കുക്കായി വരുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു 20 മിനിറ്റ് അങ്ങനെ വെക്കരുത്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മസാലകളൊക്കെ ഉള്ളത് കാരണം തന്നെ ഈ ഒരു ചിക്കന് ഇതിൻ്റെ അടിക്ക് പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാനൊരു 20 മിനിറ്റ് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ നല്ല പാകമായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇത് ഒന്നുകൂടെ ടേസ്റ്റ്, നമ്മൾ ഒന്നും കൂടെ ഇത് വറ്റിച്ചെടുത്തിട്ട് ഒന്നും കൂടെ റോസ്റ്റാക്കി എടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റ് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നല്ല സ്മെല്ലാണ്. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചുണ്ടാക്കുക കേട്ടോ. നമ്മൾ ധൃതി കാണിച്ചിട്ട് നമ്മൾ ആ സവാള വഴറ്റുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ തക്കാളി വഴറ്റുന്ന സമയത്താണെങ്കിലും ഒക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മല്ലിയില ചേർത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ചേർത്താൽ മതി മല്ലിയില. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബൂന ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്